പണ്ട് പണ്ട് പച്ചപ്പ് നിറഞ്ഞ അതിമനോഹരമായൊരു കാടുണ്ടായിരുന്നു. അവിടെ എല്ലാ മൃഗങ്ങളും ഒരു കുടുംബം പോലെ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. യാതൊരു ഭയവുമില്ലാതെ അവർ കാട്ടിൽ പാറി നടന്നു. എന്നാൽ ആ സന്തോഷം അധികനാൾ നീണ്ടു നിന്നില്ല. ഭാസുരൻ എന്ന ക്രൂരനായ ഒരു സിംഹം ആ കാട്ടിലേക്ക് വന്നു. അവൻ പല മൃഗങ്ങളെയും കൊന്നൊടുക്കാൻ തുടങ്ങി. ഞാനാണ് ഈ കാട്ടിലെ രാജാവ്. നിങ്ങളെല്ലാവരും ഇനി എന്റെ അടിമകൾ. നാം കാട് സംരക്ഷിക്കണം. അതെ, അത്യാവശ്യമാണ്. ഇങ്ങനെ പോയാൽ നമ്മുടെ കാട്ടിൽ ആരും ബാക്കിയുണ്ടാവില്ല. നമുക്കൊരു തീരുമാനമെടുക്കാം. ദിവസവും ഒരാൾ വീതം സിംഹത്തിന് ഭക്ഷണമായി പോകാം. അങ്ങനെയിരിക്കെ എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ തടിച്ച വെളുത്ത മുയൽക്കുട്ടന്റെ ഊഴമെത്തി. ഞാൻ ഇത്ര പെട്ടെന്ന് ആ ദുഷ്ടൻ സിംഹത്തിന്റെ വായിൽ പോകില്ല. എന്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ ഈ കാട്ടിലെ എല്ലാവരെയും ഇന്ന് രക്ഷിക്കും. മുയൽക്കുട്ടൻ കാട്ടിലൂടെ പതുക്കെ നടന്നു. വഴിയിൽ കണ്ട ക്യാരറ്റൊക്കെ തിന്ന് വളരെ വൈകിയാണ് അവൻ സിംഹത്തിന്റെ ഗുഹയ്ക്കു മുന്നിലെത്തിയത്. എന്താടാ ഇത്ര വൈകിയത്? നിന്നെക്കൊണ്ടെന്റെ വിശപ്പ് മാറുമോ? നിന്നെ ഞാനിന്ന് ശരിയാക്കും. അയ്യോ, അങ്ങനെയല്ല രാജാവേ. ഞാൻ നേരത്തെ തന്നെ ഇറങ്ങിയതാണ്. പക്ഷേ വഴിയിൽ വെച്ച് ഭയങ്കരനായ മറ്റൊരു വലിയ സിംഹം എന്നെ തടഞ്ഞു നിർത്തി. അവനാണ് ഈ കാട്ടിലെ യഥാർത്ഥ രാജാവെന്ന് അവൻ എന്നോട് പറഞ്ഞു. അങ്ങൊരു ഭീരുവാണെന്നും അവൻ പറഞ്ഞു. എന്താ? എന്നേക്കാൾ വലിയവനോ? ഞാനൊരു ഭീരുവോ? എവിടെ അവൻ? അവനെ എനിക്ക് കാണിച്ചതാ. ഇന്നവന്റെ കഥ ഞാൻ കഴിക്കും. ബുദ്ധിമാനായ മുയൽക്കുട്ടൻ സിംഹത്തെ കാട്ടിലെ ഒരു പഴയ വലിയ കിണറ്റിൻകരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മഹാരാജാവേ, ഈ വലിയ കോട്ടയ്ക്കുള്ളിലാണ് അവൻ ഒളിച്ചിരിക്കുന്നത്. അങ്ങേ പേടിച്ച് മാളത്തിൽ ഒളിച്ചതാകും. ഇതു കേട്ട് ഗർജിച്ചുകൊണ്ട് കിണറ്റിലേക്കെത്തി നോക്കിയ ഭാസുരൻ വെള്ളത്തിൽ തന്റെ തന്നെ രൂപം കണ്ട് അത് മറ്റൊരു സിംഹമാണെന്ന് തെറ്റിദ്ധരിച്ചു. ഭാസുരൻ ഒന്നലറി. അപ്പോൾ കിണറ്റിൽ നിന്ന് വലിയ ശബ്ദത്തിൽ പ്രതിധ്വനി കേട്ടു. മറ്റൊരു സിംഹം തന്നെ വെല്ലുവിളിക്കുകയാണെന്ന് കരുതി ദേഷ്യം വന്ന ഭാസുരൻ കിണറ്റിലേക്ക് ഒറ്റച്ചാട്ടം. അങ്ങനെ സ്വന്തം അഹങ്കാരം കാരണം ആ ദുഷ്ടൻ സിംഹത്തിന് ജീവൻ നഷ്ടപ്പെട്ടു. നമ്മുടെ കൊച്ചുമുയൽ തന്റെ ബുദ്ധിശക്തി കൊണ്ട് കാട്ടിലെ എല്ലാവരെയും രക്ഷിച്ചതറിഞ്ഞ് മൃഗങ്ങളെല്ലാം ഒന്നിച്ചു ചേർന്ന് വലിയൊരു ആഘോഷം തന്നെ നടത്തി. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലായി? ശരീരത്തിന് എത്ര വലിപ്പവും ശക്തിയും ഉണ്ടായിരുന്നിട്ടും ആ അഹങ്കാരിയായ സിംഹത്തിന് എന്ത് സംഭവിച്ചു? നമ്മുടെ കൊച്ചു മുയൽക്കുട്ടൻ തന്റെ ബുദ്ധി ഉപയോഗിച്ച് ആ വലിയ സിംഹത്തെ എളുപ്പത്തിൽ തോൽപ്പിച്ചില്ലേ? അതെ, ശരീരബലത്തേക്കാൾ എപ്പോഴും വലുതാണ് ബുദ്ധിശക്തി. ബുദ്ധിയുണ്ടെങ്കിൽ എന്ത് വലിയ ആപത്തിനെയും നമുക്ക് എളുപ്പത്തിൽ നേരിടാം. അപ്പോൾ മറ്റൊരു രസകരമായ കഥയുമായി നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.